എറണാകുളത്ത് തലമുടി പിടിപ്പിക്കാൻ ചികിത്സയെ തുടർന്ന് അണുബാധയുണ്ടായതിൽ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പനമ്പള്ളി നഗർ ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിലെ ഡോക്ടർ ഉൾപ്പെടെ ഉള്ളവർക്കാണ് കേസ്. ഡോക്ടർ ശരത് കുമാർ, ജീവനക്കാരൻ ഗോകുൽ, കണ്ടാലറിയാവുന്ന ഒരു സ്ത്രീ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വൈപ്പിൻ സ്വദേശി സനിലിന്റെ പരാതിയിലാണ് എറണാകുളം സൗത്ത് പോലീസ് നടപടിയെടുത്തത്. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ഈ തലമുടി പിടിപ്പിക്കാൻ ചികിത്സ നടത്തി ഒടുവിൽ തലയുടെ 25% ഭാഗം ഈ ബാക്ടീരിയ ഭക്ഷിച്ചു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമായി പുറത്തു വന്നത്. ആ ഭാഗം കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് അയാൾ. ഈ വിഷയത്തിലാണോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? കേസ് ഏതെല്ലാം വകുപ്പുകൾ ചേർത്താണ്? അർജുൻ മട്ടന്നൂർ. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട 3 പേർക്കെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തലമുടി വെച്ച് പിടിപ്പിച്ചതിന് പിന്നാലെ ഒരു യുവാവിൻ്റെ തലയൊട്ടി അടക്കം പുറത്തു വന്ന് ഗുരുതരാവസ്ഥയിലായ സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഇന്നലെ ആ യുവാവിൻ്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ സംഭവത്തിൽ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്നത് പനമ്പള്ളി നഗറിലെ ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കാണ്. ഈ ക്ലിനിക്ക് കഴിഞ്ഞ 2 ദിവസമായി പ്രവർത്തിക്കുന്നില്ല. അതിന് മുൻപുള്ള ദിവസം ഇവിടെ ജീവനക്കാരും മറ്റും വന്നിട്ടുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ കാണുന്ന ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിലാണ് ഈ വൈപ്പിൻ സ്വദേശിയായ യുവാവ് സനിൽ എന്ന് പറയുന്ന യുവാവ് വന്ന് ചികിത്സ തേടിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് ഈ ചികിത്സ തേടിയത്. അതിനുശേഷമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. വളരെ ഗുരുതരാവസ്ഥയിലായ സാഹചര്യമാണ് ഇപ്പോൾ സനിലിന് ഉള്ളത്. ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഡോക്ടർ അടക്കം 3 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഡോക്ടർ ശരത് കുമാർ, ജീവനക്കാരനായ ഗോകുൽ, കണ്ടാൽ അറിയാവുന്ന ഒരു സ്ത്രീ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ അശ്രദ്ധ മൂലം ഒരു വ്യക്തിയുടെ ജീവൻ അപകടത്തിലാക്കുക, ഇത്തരത്തിൽ മുറിവേൽപ്പിക്കുക തുടങ്ങിയ BNS-ന്റെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരന് നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടിയുള്ള വകുപ്പുകളും പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടത്ര ഈ വൈദഗ്ധ്യമില്ലാതെ ഈ വൃത്തിയും മറ്റുമില്ലാതെ അശ്രദ്ധയോടെ ചികിത്സ നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ അണുബാധ ഉണ്ടാകുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അത്തരത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് തന്നെയാണ് പോലീസിൻ്റെയും നിഗമനം. എന്തായാലും ഈ ചർമ്മം നഷ്ടപ്പെടുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സനിലിന് ഉണ്ടായിരിക്കുന്നത്. എളമക്കര കീർത്തിനഗറിലാണ് ഇപ്പോൾ ഈ യുവാവ് താമസിക്കുന്നത്. ഇന്നലെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട പരസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സനിൽ ഈ ക്ലിനിക്കുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ക്ലിനിക്കിൽ വെച്ച് ചികിത്സ തേടുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ പ്രതികരണം നമുക്കിതുവരെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥാപനം ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച രാവിലെ ഈ സ്ഥാപനം തുറന്നിരുന്നു. ചില ജീവനക്കാർ വന്ന് തുറന്നിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇന്നും തുറക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇൻസൈറ്റ് ഡെർമ ക്ലിനിക് എന്ന സ്ഥാപനമാണ് തലമുടി വെച്ച് പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള തലമുടി പോയി എന്ന് മാത്രമല്ല, ആ തലയിൽ ഉണ്ടായിരുന്ന ചർമ്മം കൂടി പോകുന്നു. തലയൊട്ടിയുടെ ഒരു ഭാഗം ബാക്ടീരിയ തിന്ന് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. വല്ലാതെ പെട്ടുപോയി കേട്ടോ ആ ചെറുപ്പക്കാരൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. സൗന്ദര്യം വരുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സ്ഥാപനങ്ങളുടെയൊന്നും കത്രികയ്ക്കിടയിൽ കൊണ്ട് തല വെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ്. ബാക്ടീരിയ തിന്നും നമ്മുടെ തല. അതവിടെ ഇരുന്നാൽ കുറച്ചുകൂടി പ്രയോജനം ഉണ്ടാവും. ഉള്ള ഭംഗിയൊക്കെ മതിയെന്നേ. ഇതിലാണല്ലേ